നമ്മുടെ പറമ്പിൽ നിന്ന് ഇറങ്ങുന്നത് ഈ പുഴയിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ആ ഏരിയയൊക്കെ ഒന്ന് കാണിച്ചു തരാം. ചെറിയ ചെറിയ കുഞ്ഞൻ മീനുകൾ ഒരുപാടുണ്ട് നമ്മുടെ ഈ പുഴയിൽ. വെള്ളമുള്ള സമയത്താണെങ്കിൽ നിറയെ മീൻ കിട്ടും. നമുക്കിവിടെ ഇരുന്ന് ചൂണ്ടിയിട്ട് മീനൊക്കെ പിടിക്കാൻ പറ്റിയ സ്ഥലമാണ്. പ്രിയപ്പെട്ടവർ നമസ്കാരം, സനോജാണ്. ഞാനും നിൽക്കുന്നത് ഒരു പാലക്കാട് ജില്ലയിലുള്ള ഒരു അടിപൊളി സ്ഥലത്താണ് നിൽക്കുന്നത്. പാലക്കാട് ജില്ലയിലെ സത്രങ്കാവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. നമ്മൾ പാലക്കാട് നിന്ന് കോഴിക്കോട് പോകുന്ന ഹൈവേയുടെ അവിടുന്ന് ഏകദേശം 1 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഈ സ്ഥലം ഉള്ളത്. 40 സെൻറ്റ് തെങ്ങും കവുങ്ങും കൂടിയിട്ടുള്ളൊരു തോട്ടം, അതായത് പറമ്പാണ് കൊടുക്കാനുള്ളത്. വീട് വെക്കേണ്ട ആളുകൾക്ക് വീട് വെക്കാൻ പറ്റുന്നതും കൃഷി ചെയ്യേണ്ട ആൾക്കാർക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ളൊരു പറമ്പാണ് നമ്മളിന്ന് വീഡിയോയിൽ കാണിക്കുന്നത്. ഈ പുഴയുടെ തീരത്ത് തന്നെയാണ് നമ്മുടെ ഈ പ്ലോട്ട് കിടക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ആ പ്ലോട്ടിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത ആളുകളാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കാട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യണേ മറക്കരുത്. അപ്പോൾ നമ്മുടെ സ്ഥലത്തിൻ്റെ വീഡിയോ കാണാം. ഇത് പാലക്കാട് കോഴിക്കോട് നാഷണൽ ഹൈവേ ആണ്. അത് മുണ്ടൂരിൻ്റെയും കല്ലരിക്കോടിൻ്റെ ഇടയിൽ സത്രങ്കാവ് എന്ന് പറയുന്നൊരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ പോയാൽ നമ്മുടെ പ്ലോട്ടിലെത്തും കേട്ടോ. ഇത് പാലക്കാട് നാഷണൽ ഹൈവേ എന്ന് വരുന്ന റോഡാണ്. നല്ല വീതിയുള്ള റോഡ് തന്നെയാണ് കേട്ടോ. ഇവിടുന്ന് വന്നിട്ട് നമുക്ക് വലത്തോട്ട് വേണം തിരിയാൻ. നമുക്ക് നമ്മുടെ പ്ലോട്ടിലേക്ക് പോകുന്ന റോഡാണ് ഈ കാണുന്നത്. കോൺക്രീറ്റ് റോഡാണ് കേട്ടോ. എല്ലാ വണ്ടികൾക്കും പോകാൻ പറ്റുന്ന വീതിയുള്ള റോഡ് കൂടിയാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഇറങ്ങി വന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലോട്ടിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ഇതാണ് സ്ഥലത്തിൻ്റെ അതിര് എന്ന് പറയുന്നത്. സ്റ്റാർട്ടിങ് അതിര് ഇവിടുന്ന് തുടങ്ങുന്നത്. നമുക്ക് ആദ്യം നമ്മുടെ ഫ്രണ്ടിലുള്ള അതിര് കണ്ടിട്ട് നമുക്ക് പറമ്പിൻ്റെ അകത്തേക്ക് പോകാം കേട്ടോ. ഈ നമുക്ക് ഇലക്ട്രിക് പോസ്റ്റ് നമ്മുടെ പറമ്പിനോട് ചേർന്ന് തന്നെ ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്. അതുപോലെ നല്ല കോൺക്രീറ്റ് റോഡാണ്. നല്ല വീതിയുള്ള റോഡ് തന്നെയാണ്. എല്ലാ വണ്ടികളും വരാൻ പറ്റുന്ന ഒരു വീതിയുള്ള റോഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്നാണ് നമ്മുടെ പറമ്പിലെ കേരള ഗേറ്റ് ഈ കാണുന്നതാണ്. അപ്പോൾ എന്നാലും നമുക്ക് നേരെ നടന്നിട്ട് നമ്മുടെ പറമ്പിൻ്റെ എൻഡ് വരെ ഒന്ന് പോയിട്ട് വരാം. എങ്ങനെയാണ് നമ്മുടെ ഈ പറമ്പിൻ്റെ ഫ്രണ്ടേജ് എന്നുള്ളത്. ഇതുവരെ കോൺക്രീറ്റ് റോഡുണ്ട് കേട്ടോ വീതിയുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ കോൺക്രീറ്റ് റോഡില്ല, മണ്ണിട്ട റോഡാണ്. അപ്പോൾ ആളുകൾ സ്ഥിരമായിട്ട് ഒരുപാട് ആളുകളൊന്നും ഇതിക്കൂടെ നടക്കാത്തതുകൊണ്ട് ആ നടവഴി മാത്രമേ ഉള്ളൂ. വണ്ടികളൊന്നും അധികം ഇങ്ങോട്ട് പോകാറില്ല. കാരണം ഇത് നമ്മുടെ തൊട്ടപ്പുറത്ത് പുഴ ഉണ്ട്, പുഴയിലേക്കുള്ള റോഡാണ്. അപ്പോൾ ഈ റോഡിൽ തന്നെ വേറൊരു അപ്രോച്ച് റോഡുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കയറാൻ പറ്റും. അത് നമുക്ക് കാണാം. എന്തായാലും നമ്മുടെ സ്ഥലത്തിൻ്റെ അതിര് ഈ കാണുന്ന അതിരാണ്. ഇടതുഭാഗത്ത് കാണുന്ന കമ്പിവേലി കെട്ടിയിട്ടുള്ള അതിരാണ് നമ്മുടെ പറമ്പിൻ്റെ അതിരെന്ന് പറയുന്നത്. അതിൻ്റെ എൻഡ് വരെ നമുക്കൊന്ന് പോയിട്ട് പിന്നെ നമുക്ക് അകത്ത് പോയിട്ട് അകത്ത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ പ്ലോട്ടിൻ്റെ എൻഡ് കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അകത്ത് പോയിട്ട് നമുക്ക് വിശദമായിട്ട് ബാക്കിയുള്ളത് കാണാം. എന്തായാലും നമ്മുടെ സ്ഥലത്തിൻ്റെ ഉള്ളിലൊരു കിണറുണ്ട് കേട്ടോ. നിറയെ വെള്ളമുള്ളൊരു കിണറാണ്. വേനൽക്കാലത്ത് ചെറുതായിട്ട് വെള്ളം കുറയെന്ന് പറഞ്ഞു. എന്തായാലും കല്ലൊക്കെ വെച്ചിട്ട് നല്ല കെട്ടിയിട്ട് നല്ല ഭംഗിയാക്കിയിട്ട് വൃത്തിയാക്കിയിട്ടുള്ളൊരു കിണറാണ്. നിറയെ തെങ്ങും കവുങ്ങുമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നല്ല പച്ചപ്പാർന്നൊരു തോട്ടമാണ് കേട്ടോ. നല്ല കാലാവസ്ഥയാണ്. അതുപോലെ വാഴ, അതുപോലെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഈ തോട്ടത്തിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി, കുരുമുളക്, അരിമുളക്, അങ്ങനെ ഒരുപാട് ഇടവിളകൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ട് കേട്ടോ. നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും നല്ല വലിയ കവുങ്ങുകളും ചെറിയ കവുങ്ങുകളായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ആദായം കിട്ടുന്ന കവുങ്ങുകൾ ഒരുപാടുണ്ട് കേട്ടോ. നമുക്ക് പറമ്പിൻ്റെ അതിരൊന്ന് കാണാം കേട്ടോ. ആ അതിരിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊരു നല്ലൊരു അരിമുളകിൻ്റെ ചെടിയാണ് കേട്ടോ. ഇത് നമ്മുടെ റോഡ് കണ്ടില്ല, റോഡിന് നേരെ ഓപ്പോസിറ്റുള്ള സൈഡാണ്. ആ സൈഡിലുള്ള അതിരാണ് ഈ കാണുന്നത് കേട്ടോ. ഈ അതിനോട് ചേർന്ന് തന്നെ വേറൊരു ഇടവഴി നമുക്ക് മുകളിലേക്ക് പറമ്പിനോട് ചേർന്ന് കയറി പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിരെന്ന് പറയാനുള്ളത് 2 സൈഡും റോഡ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒരു സൈഡ് റോഡും ഒരു സൈഡ് ഇടവഴിയാണ്. മറ്റൊരു സൈഡ് പുഴയുടെ ഭാഗത്താണ്. പിന്നെയുള്ളത് നമ്മുടെ പറമ്പിൻ്റെ ഏറ്റവും പുറകിൽ കിടക്കുന്നൊരു അതിരാണ്. അതിൻ്റെ അപ്പുറത്ത് ഒരു പ്രൈവറ്റ് പാർട്ടിയുടെ സ്ഥലമാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ. അപ്പോൾ എന്തായാലും കവുങ്ങുകൾ ഒരുപാടുണ്ട്. ഇപ്പോൾ തേങ്ങയൊക്കെ പൊളിച്ചിട്ടുള്ള ചകിരികൾ നമുക്കിവിടെ കിടക്കുന്നത് കാണാം. അത്യാവശ്യം നല്ല ആദായം കിട്ടുന്ന തെങ്ങുകൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. നല്ല പറമ്പിൻ്റെ നല്ല ക്ലീനായിട്ട് ചെത്തി ഒരു വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും നല്ല നീറ്റായിട്ടുള്ളൊരു പറമ്പാണ്. നമ്മൾ സാധാരണ പറമ്പുകളിൽ പോകുമ്പോൾ കാടൊക്കെ ഇങ്ങനെ കയറി കിടക്കുന്നുണ്ടെങ്കിലും ഇവിടെ അങ്ങനെയൊന്നുമില്ല. അതൊക്കെ അരിമുളകിൻ്റെ ചെടികൾ തന്നെയാണ് കേട്ടോ. ഒരുപാട് അരിമുളക് ചെടികൾ ഞാൻ ഈ പറമ്പിൽ കണ്ടു കേട്ടോ, കുറേ ഉണ്ട്. എന്തായാലും നമുക്ക് അരിമുളക് ആരോഗ്യദായകമായിട്ടുള്ളൊരു സാധനം തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ പറമ്പിൻ്റെ ആ ഭാഗത്തേക്ക് പോകാം. ഇതാണ് വേറൊരു അതിര് കേട്ടോ. ഇത് നമുക്കിതിൻ്റെ അപ്പുറത്ത് വേറൊരു പ്രൈവറ്റ് പാർട്ടിയുടെ വീടാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ അതിര് 3ാമത്തെ അതിരാണ്. 4ാമത്തെ അതിരാണ് ഈ കാണുന്നത്. ഈ അതിര് നേരെ ചെല്ലുന്നത് ആ റോഡിനോട് ചേർന്നിട്ടുള്ള ആ സ്ഥലത്തേക്ക് തന്നെയാണ് കേട്ടോ. എന്നാലും എല്ലാ അതിരും നല്ല വൃത്തിയാക്കിയിട്ട് കമ്പിവേലി കെട്ടി തിരിച്ചിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് ഇടവിളകൾ നമുക്കിതിൻ്റെ ഇടയിൽ കൂടെ കാണാൻ പറ്റും. തെങ്ങുകളൊക്കെ ഇത് പുതിയ തെങ്ങുകൾ വെച്ചാകും കേട്ടോ. എന്തായാലും വളർന്നു വരുന്നേ ഉള്ളൂ.
അപ്പോൾ ഇതാണ് നമ്മുടെ റോഡിൻ്റെ അതിര് എന്ന് പറയുന്നത്. അപ്പോൾ റോഡിനോട് ചേർന്നിട്ട് ഈ അതിരങ്ങനെ നിൽക്കും. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ചുറ്റും വീടുകളുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വീടൊക്കെ വെച്ച് താമസിക്കാൻ പറ്റിയ അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. നമ്മുടെ പറമ്പ് 2 തട്ടായിട്ടാണ് കിടക്കുന്നത്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒരു തട്ടിൽ നമുക്ക് എന്തായാലും സൂപ്പറായിട്ട് വീട് വെച്ച് താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഒരു വമ്പൻ കറിവേപ്പില മരമാണ് കേട്ടോ അത്. നമ്മുടെ ഈ പറമ്പിൽ 50 കവുങ്ങ് നമുക്ക് കായ്ക്കുന്ന 50 കവുങ്ങുണ്ട് കേട്ടോ. അതിന് ഏകദേശം ഒരു വർഷത്തിൽ 30,000 റുപ്യയുടെയൊക്കെ ആദായം കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ 100 കവുങ്ങ്, ചെറിയ കവുങ്ങുകൾ 100 ഉണ്ട്. പിന്നെ 20 തെങ്ങുണ്ട്. തെങ്ങ് നല്ല ഉയരമുള്ള 20 തെങ്ങുകളാണ്. പിന്നെ അവിടെ 4 വർഷം പ്രായമുള്ള ഒരു 30 തെങ്ങുകളുണ്ട് കേട്ടോ. ഈ കാണുന്നത് നമ്മുടെ റോഡിൻ്റെ വ്യൂ ആണ് കേട്ടോ. നമ്മുടെ പറമ്പും റോഡുമായിട്ട് ഇങ്ങനെ സമാന്തരമായി കിടക്കുകയാണ്. അപ്പോൾ ഇത്രയും നീളത്തിലാണ് നമ്മുടെ റോഡ്, നമ്മുടെ ഫ്രണ്ടേജ് കിടക്കുന്നത്. അപ്പോൾ നമുക്കൊരു വണ്ടിയൊക്കെ പോകണമെന്ന് തിരിക്കാനും അതുപോലെ ഗേറ്റ് കുറച്ച് വലുതാക്കി കഴിഞ്ഞാൽ വണ്ടിയൊക്കെ സുഖമായിട്ട് നമുക്ക് അകത്ത് കയറ്റാൻ പറ്റുന്ന രീതിയിലുള്ള പറമ്പ് തന്നെയാണ്. നമ്മുടെ പറമ്പിലൊരു ചെറിയൊരു ഷെഡ് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് കൃഷിപ്പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂട്ടിയിടാനോ നാളികേരോ അടയ്ക്കൊക്കെ കൂട്ടിയിട്ടിരുന്ന് നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ഷെഡ്, ഒരു താൽക്കാലിക ഷെഡ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്ഥലം 2 തട്ടായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലെ മുകളിലെ തട്ടിലൊക്കെ നമുക്ക് വീട് വയ്ക്കാൻ അനുയോജ്യമായിട്ടുള്ള സ്ഥലം മുകളിലെ തട്ടാണ്. കിണറിരിക്കുന്ന ഭാഗത്തും ആ ഷെഡൊക്കെ ഇരിക്കുന്ന ഭാഗത്താണ് നമുക്ക് വീട് വയ്ക്കാൻ അനുയോജ്യമായിട്ടുള്ള സ്ഥലം. നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത നല്ല വളക്കൂറുള്ള മണ്ണാണെന്നുള്ളതാണ്. എന്ത് വെച്ചാലും നല്ല വിളവ് കിട്ടുന്നൊരു സ്ഥലം കൂടിയാണത്. കാരണം മുകളിൽ നമ്മൾ വാഴ കണ്ടില്ല, വാഴയിൽ എങ്ങനെ പോയാലും ആഴ്ചയിൽ ഒരു കൊലയെങ്കിലും നമുക്ക് വാഴയിൽ നിന്ന് കിട്ടാറുണ്ട്. കാരണം അതിൽ ഒരു ശ്രദ്ധയും കൊടുക്കാതെ തന്നെ ഈ വാഴകളിൽ നിന്ന് എന്തായാലും ഒരു ആഴ്ചയിൽ ഒരു കൊലയെങ്കിലും ഈ പറമ്പിൽ നിന്ന് കിട്ടാറുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ, കൃഷി ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ നല്ല രീതിയിൽ വിളവ് കിട്ടാൻ സാധ്യതയുള്ളൊരു സ്ഥലം കൂടിയാണ്. നമ്മുടെ നല്ല തെങ്ങുകളൊക്കെ നല്ല ഉയരമുള്ള തെങ്ങുകളാണ് കേട്ടോ. നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം, നാളികേരൊക്കെ ഉണ്ടോ നോക്കാം അല്ലേ. അത്യാവശ്യം തേങ്ങകളൊക്കെ ഉണ്ടെന്നാണ് ഇവിടുന്ന് നോക്കുമ്പോൾ കാണുന്നത്. എന്തായാലും നിങ്ങൾക്ക് കൂടി കാണാൻ വേണ്ടിയിട്ട് ഒന്ന് സൂം ചെയ്യാം. എന്തായാലും നിറയെ തേങ്ങയുള്ളൊരു തെങ്ങുകൾ തന്നെയാണ് കേട്ടോ. നല്ല വിളവ് കിട്ടുന്ന തെങ്ങുകൾ തന്നെയാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് പറമ്പിൻ്റെ താഴത്തെ തട്ടിലാട്ടോ. ഇവിടുത്തെ താഴത്തെ തട്ടിൽ നമുക്ക് ഈ അതിരൊന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു വഴി അങ്ങോട്ട് പോകേണ്ടി വരില്ല, ഇടവഴി. ആ ഭാഗത്ത് കൂടെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇതിങ്ങനെ പോകുമ്പോൾ ഈ പറമ്പിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഒരു ഷിപ്പിൻ്റെ മോഡലിൽ ചെറുതായിട്ട് കൂർത്ത് വരുന്നുണ്ട്. നമ്മുടെ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ, നമ്മൾ പുഴയുടെ സൈഡിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു ഭാഗം കൂർത്ത് വരുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഈ ഭാഗത്തേക്ക് ഇത്രയും വീതി വളരെ കുറവാണ് കേട്ടോ, ഈ സൈഡിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ പറമ്പിൻ്റെ വേറൊരു സൈഡിലെ അതിര് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്രണ്ടിലെ അതിരും ഈ കാണുന്നതാണ്. അപ്പോൾ ഇത്രയും വീതിയേ ഉള്ളൂ നമ്മുടെ ഈ പുഴയുടെ ഭാഗത്തോട് ചേർന്ന് വരുമ്പോൾ സ്ഥലത്തിൻ്റെ വീതി എന്ന് പറയാനുള്ളത്. നമ്മുടെ ഈ കോർണറിനോട് ചേർന്ന് തന്നെ നമുക്ക് മുകളിലേക്ക് ഒരു റോഡ്, ചെറിയൊരു ഇടവഴി പോകുന്നുണ്ട്. നേരത്തെ ഞാൻ മുകളിൽ വെച്ച് കാണിച്ചു തന്നിരുന്നു. അത് ഈ വഴിയാണ് കേട്ടോ. ഈ ഇടവഴി അങ്ങനെ കയറിയിട്ട് മുകളിലോട്ട് പോകും. നമ്മുടെ പറമ്പിൻ്റെ സൈഡ് കൂടെ അതിലൂടെ പോകുന്ന ഒരു ഇടവഴിയാണ്. വേറൊരു പറമ്പിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ആളുകൾ നടക്കാത്തതുകൊണ്ടൊക്കെ കാട്ട് പിടിച്ച് കിടക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ഏകദേശം നമ്മുടെ പറമ്പിൻ്റെ ഒരു രൂപരേഖ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ പുഴയിലേക്കുള്ള റോഡാണ് കേട്ടോ. ഈ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ വലിയ വീതിയേറിയിട്ടുള്ള ലോറിയൊക്കെ പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വീതിയേറിയിട്ടുള്ളൊരു റോഡ് തന്നെയാണ്. പക്ഷെ ഇപ്പോൾ അത് അവിടെ ഇങ്ങോട്ട് വരുന്നൊരു പാലം കംപ്ലൈൻ്റായി കിടക്കുകയാണ്. 2018 ഒരു പ്രളയം ഉണ്ടായല്ലോ, ആ പ്രളയത്തിൽ തകർന്നിട്ടുള്ളതാണ് ആ പാലത്തിൻ്റെ 2 സൈഡിലുള്ള മണ്ണ് ഒലിച്ചു പോയി. അപ്പോൾ ആ ഭാഗം പിന്നെ അത് നേരാക്കാൻ പഞ്ചായത്തോ സർക്കാരോ മുന്നോട്ട് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതിങ്ങനെ കിടക്കുന്നത്. അപ്പോൾ എന്തായാലും ആ റോഡ് നേരായിട്ട് വരും. അപ്പോൾ നമുക്ക് ഇത് കൂടെ തന്നെ നമ്മുടെ വാഹനങ്ങളെ കൊണ്ടുവരാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ റോഡ് നമുക്ക് വ്യക്തമായിട്ട് കാണാം കേട്ടോ. എന്തായാലും ഞാൻ പാലത്തേക്ക് കയറിയിട്ടുണ്ട്. നല്ല വെള്ളമുള്ള സമയത്താണെങ്കിൽ നിറയെ മീൻ കിട്ടും. നമുക്കിവിടെ ഇരുന്ന് ചൂണ്ടിയിട്ട് മീനൊക്കെ പിടിക്കാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ എന്തായാലും ഈ റോഡ് നേരെ പോകുന്നത് ആ അപ്പുറത്തെ റോഡിലേക്കാണ്. ആ റോഡ് പറഞ്ഞാൽ കാഞ്ഞിക്കുളം കോങ്ങാട് റോഡുണ്ട്, അതിലേക്ക് കണക്റ്റ് ആവുന്ന റോഡാണ് ഈ കാണുന്നത്. അവിടെ മണ്ണൊക്കെ പ്രളയത്തിന് മണ്ണ് ഒലിച്ചു പോയതുകൊണ്ട് ഇവിടെ താഴ്ന്ന് കിടക്കുന്നത്. ഇതിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന പ്രദേശം എന്ന് പറഞ്ഞാൽ റബ്ബർ ബോർഡിൻ്റെ സ്ഥലമാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റോഡിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പോൾ വണ്ടികളൊന്നും ഇപ്പോൾ വരാൻ പറ്റില്ല. എന്തായാലും നമുക്ക് റോഡ് ശരിയാവുമെന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ നമ്മൾ പാലത്തിൻ്റെ അടിയിലാണ് കേട്ടോ. വെള്ളം കുറവാണെങ്കിലും നല്ല തണുപ്പുണ്ട് വെള്ളത്തിന്. മാത്രമല്ല നിറയെ മീനുകൾ, കുഞ്ഞു കുഞ്ഞു മീനുകൾ നിറയെ ഉണ്ട് കേട്ടോ വെള്ളത്തിൽ. നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് നന്നായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ടൊന്ന് പോകാം. നമ്മുടെ പറമ്പിൽ നിന്ന് ഇറങ്ങുന്നത് ഈ പുഴയിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ആ ഏരിയയൊക്കെ ഒന്ന് കാണിച്ചു തരാം. ചെറിയ ചെറിയ കുഞ്ഞൻ മീനുകൾ ഒരുപാടുണ്ട് നമ്മുടെ ഈ പുഴയിൽ.
ഇതൊക്കെ വലുതായി കഴിഞ്ഞാൽ നല്ല അടിപൊളി വലിയ മീനെ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ പുഴയിൽ നിന്ന് നമ്മുടെ പറമ്പിലേക്ക് കയറുകയാണ്. പിന്നെ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, പുഴയുടെ അടുത്തായതുകൊണ്ട് പറമ്പിൽ വെള്ളം കയറും എന്നുള്ളത്. 2018 പ്രളയത്തിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അല്ലാത്ത സമയത്തും വലിയ വർഷകാലത്തൊക്കെ ചെറുതായിട്ടൊക്കെ വെള്ളം കയറാൻ സാധ്യതയുണ്ട് നമ്മുടെ താഴത്തെ പ്ലോട്ടിലേക്ക്. അത് വന്ന പോലെ തന്നെ തിരിച്ചിറങ്ങി പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ വീണ്ടും നമ്മുടെ പറമ്പിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. നിറയെ കവുങ്ങും നിറയെ തെങ്ങും അതുപോലെ തന്നെ വാഴ, കുരുമുളക്, ചക്ക, മാങ്ങ, ഇഞ്ചി എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഉള്ള നമ്മുടെ ഈ പറമ്പിൻ്റെ ഒരു വിലയിലേക്ക് കിടക്കാം. നമ്മുടെ ഈ പറമ്പിൻ്റെ വില എന്ന് പറയുന്നത് സെൻറ്റിന് 50,000 രൂപയാണ് നമ്മുടെ ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്നത്. അതും നെഗോഷ്യബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ പറമ്പിൻ്റെ ഉടമസ്ഥൻ നമ്മുടെ ഈ സ്ഥലത്തു നിന്ന് ഒരുപാട് ദൂരെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ പറമ്പിന് കാര്യമായിട്ട് ശ്രദ്ധിക്കാനുള്ള ഒരു സമയമോ അതൊന്നും കിട്ടില്ല. അതുകൊണ്ടാണ് ഇത് വിൽക്കാനുള്ളൊരു കാരണം തന്നെ. മാത്രമല്ല അതുകൊണ്ട് ആ ഒരു കാരണം കൊണ്ട് തന്നെ ഈ വേറെ ഏതെങ്കിലും സ്ഥലമായിട്ട് ഒരു മാറ്റത്തിനോ ഒക്കെ അദ്ദേഹം തയ്യാറാണെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. കുറച്ചൊരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വന്നപ്പോൾ ചെറിയൊരു വരുമാനം കിട്ടുന്ന രീതിയിലുള്ളൊരു നല്ല പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടിയുമായിട്ട് ഒന്ന് മാറാനുള്ളൊരു ഇതും കൂടി അദ്ദേഹം സൂചിപ്പിച്ചു. ആ ഒരു വിവരം കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വിശദമായിട്ടുള്ള വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മാത്രമല്ല എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു കിടിലൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.